ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ബാനർ പിടിച്ചതിൻ്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തിരിക്കുന്നയാൾ ബാനറിൻ്റെ അറ്റത്തുള്ളൊരു വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലുകയായിരുന്നു. വാച്ച് ആൻഡ് വാർഡ് നേരെ ഈ വടി ഉപയോഗിച്ച് തല്ലുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് തടുക്കാനും പിടിക്കാനും ഒക്കെ നോക്കിയത്. ഇത് നേരെ ഞങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ സഭക്കകത്ത് ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ്. ഒരു പ്രകോപനപരമായ അന്തരീക്ഷവും ഇവിടെ ഇല്ല. അപ്പോഴാണ് നേരത്തെ തന്നെ അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ നോക്കിയത് അങ്ങേ ഭാഗത്ത്. അങ്ങ് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അങ്ങ് സഭ നിർത്തിവെച്ച് തൽക്കാലം പിരിയുന്ന നിലയുണ്ടായത്. പിന്നീട് വീണ്ടും ഇതേ നില തന്നെ ഇവിടെ ആവർത്തിക്കാനുണ്ടായത്. സർ, ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ചിലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചിലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. സർ, ഇവിടെ നാം കാണേണ്ടത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ നടന്ന അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. സർ, അങ്ങയുടെ മുന്നിലേക്ക് ഇതിലെ മുൻഭാഗത്ത് കൂടി കയറുകയാണ്. അവിടെ വാച്ച് ആൻഡ് വാർഡ് അപ്പോൾ ഇല്ല, നേരെ ചാടി കയറുകയാണ് അങ്ങോട്ട്. അതാണ് ബഹുമാനായ ഒരംഗം ചെയ്തത്. ആ അംഗം ചാടി കയറിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ ഞാനും കൂടി കയറട്ടെ എന്നുള്ള മട്ടിൽ മറ്റൊരംഗം, അദ്ദേഹം നിയമവിദഗ്ധനാണെന്നാണ് പറയുന്നത്, അപ്പോൾ നിയമപരമായിട്ട് തന്നെ ചാടുകയാണ്. അദ്ദേഹം അവിടെ കയറി അദ്ദേഹവും കാര്യങ്ങൾ കാണിക്കുകയാണ്. സർ, ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കണം. ഇത് തീർത്തും അപലപനീയമാണ്. ഈ സഭ അപലപിക്കണം. ഇത്തരം നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് തീർത്തും അപലപിക്കേണ്ട കാര്യമാണ്.